ഈ സന്തോഷ് വർക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് കുറച്ച് സെന്റിമെന്റ്സ് ഒക്കെ ഇറക്കുന്നുണ്ട്. സെന്റിമെന്റ്സ് ഇറക്കാന്ന് പറഞ്ഞാൽ സെന്റിമെന്റ്സ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇയാൾക്ക് ചൈൽഡ് അബ്യൂസ് പിന്നെ അറിയാമല്ലോ. ചൈൽഡ് അബ്യൂസ് എന്ന് പറഞ്ഞൊരു സംഭവം ഏതൊക്കെ രീതിയിലുണ്ട് എന്ന് ചോദിച്ചാൽ ആ ഏതൊക്കെ രീതിയുണ്ടോ ആ രീതികളിലെല്ലാം ഇവിടുത്തെ എല്ലാവരും പീഡിപ്പിക്കപ്പെട്ടവരാണ്. മനസ്സിലായോ? അത് ചിലപ്പോൾ പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളൊരു അപ്പനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നമുള്ളൊരു അമ്മയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വീട്ടിൽ ഏതെങ്കിലും അങ്കിളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, സെക്ഷൽ പെർവേർട്സ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞ എക്സിബിഷൻസോ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആണും പെണ്ണും ഒക്കെ ഒരേപോലെയൊക്കെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും. ചിലർ ശാരീരികമായ പീഡനങ്ങൾ അടിയിടിയൊക്കെ കൊണ്ട് വളരും, ചിലർക്ക് സെക്ഷലി ആയിരിക്കും ഈ സാധനം വരുന്നത്. ഇത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? വളരെ കുറച്ച് പേരെ കാണും. ബാക്കി എല്ലാവർക്കും ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും. അതെല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പലരും പറയുന്നില്ല, ചിലർ പറഞ്ഞുകൊണ്ട് നടക്കും. ആ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ മെൻറ്റാലിറ്റി പറഞ്ഞുകൊണ്ട് നടക്കുന്നതുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നതായിരിക്കും. അല്ലാത്തൊരു പറയത്തില്ല. അവർക്കത് മാനേജ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ചിലർ ഓരോരുത്തരുടെയും മെൻ്റൽ സ്ട്രെങ്ത്, ഈ പറഞ്ഞ പോലെ മെൻ്റൽ ഹെൽത്ത് എന്നൊക്കെ പറയുന്നത് വളരെ വ്യത്യാസമാണല്ലോ. അതുകൊണ്ട് ഈ ചൈൽഡ് അബ്യൂസ് എന്നും പേരൻറ്റിങ് ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എക്സ്ക്യൂസ് കണ്ടെത്തി ഇങ്ങനെ കൂളായിട്ടൊക്കെ നടക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലരെ കൊണ്ടൊക്കെ പറ്റും. എല്ലാവർക്കും അത് പറ്റത്തില്ല. പിന്നെ പലരുടെയും സാഹചര്യത്തിലും നടക്കാതെ വരും. എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവുമല്ലോ. എന്തിനാ കാരണം ഇല്ലാത്ത അതൊന്ന്. പിന്നത്തെ ഒരു സെന്റിമെന്റ്സ് ആണ്, ബന്ധുക്കളാണ് ഇയാളെ ഇങ്ങനെ ആക്കിയത്. ബന്ധുക്കളും ഒരു കാമപരാന്തനും ചേർന്ന് എൻ്റെ ജീവിതം താറുമാറാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ കുറച്ച് നാളെയുള്ളൂ ഇത് തുടങ്ങിയിട്ട് കേട്ടോ. ഈ കണ്ടന്റ് തുടങ്ങിയിട്ട് കുറച്ച് നാളേ ഉള്ളൂ. അതിനു മുമ്പ് മീഡിയക്കാരാണെന്ന് ഇയാളെ നശിപ്പിച്ചുകൊണ്ടിരുന്നത്. മീഡിയക്കാർ വളച്ചൊടിച്ചുകൊണ്ടാണ് ഞാൻ കോമാളിയായി പോയത്. ഈ കോമാളത്തിൽ മൊത്തം വിളിച്ചു പറയുന്നത് മീഡിയക്കാരാണോ? മീഡിയക്കാരും ഒന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തും കാണിച്ചിട്ടില്ല. ഈ തിയേറ്ററിന്റെ വാതിൽക്ക് പോയി നിൽക്കുന്ന മീഡിയക്കാരനാണോ ഇയാളെ വിളിച്ചുകൊണ്ട് പോകുന്നത്? അല്ലല്ലോ. എത്രയോ തിയേറ്റർ ഉണ്ട്. എന്തിനാ മീഡിയക്കാരുള്ള തിയേറ്ററിന്റെ മുന്നിൽ പോയി നിന്ന് കോമാളിത്തരം മുഴുവൻ കാണിച്ചിട്ട് മീഡിയക്കാർ വളച്ചൊടിച്ചതാണെന്ന് പറയുന്നത്? അയാൾ മാത്രമേ അത് പറഞ്ഞ് നടക്കുന്നുള്ളൂ. പിന്നെ ചില ഇത് കണ്ട് മനസ്സിലാകാത്തവർക്ക് തോന്നും, ഓ ശരിയാണോ, ഇനി ഈ പാവത്തിന് എങ്ങനെയാണോ, അയ്യോ ഇല്ലാന്ന് ഇയാളങ്ങ് ഐൻസ്റ്റീൻ ആയനെ എന്നൊക്കെ ഫിലോസഫർ ആയനെന്നൊക്കെ പറയുന്നത്. അങ്ങനൊന്നും അല്ല. അത് ഒരു കള്ളത്തരമാണ്. ഈ ആറാട്ടൻ എന്ന് പറഞ്ഞ ആളുടെ കുറെ കള്ളത്തരം ഉണ്ടെന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കിയോണ്ടാണ് ഞാൻ ഇയാളായിട്ടുള്ള കണക്ഷൻ നിർത്തിയത്. ഇനി അയാളായിട്ടൊരു ബന്ധമില്ല. കാരണം അത്രയും കള്ളം പറയുന്ന ആൾക്കാരോടൊന്നും നമുക്ക് വരത്തില്ല. ഞാൻ ആദ്യം കുറേയൊക്കെ ഇയാൾ പറയുന്നത് ശരിയാണെന്നൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഇച്ചിരി കുഴപ്പമുള്ള പോലെയും തോന്നി. പുള്ളിയും പറയുന്നുണ്ട് പുള്ളിക്ക് മാനസിക പ്രശ്നമുണ്ട്. OCD ആണെന്ന് പറയുന്നത്. OCD ഒന്നും അല്ല. OCDയുടെ സ്പെക്ട്രത്തിനൊക്കെ പുറത്ത് പോയിട്ടുണ്ട്. ഇതിപ്പോൾ എന്താണെന്ന് പുള്ളിക്കും അറിയത്തില്ല. പുള്ളി ആശുപത്രി പോകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, മെഡിസിൻ കഴിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തോ ആണെന്ന് നമുക്കറിയത്തില്ല. അയാൾ ടേക്ക് കെയർ ചെയ്യാൻ ആളില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊരു പ്രശ്നം. ഇനി മാനസികമായിട്ടുള്ള പ്രശ്നമാണെങ്കിലും ഈ കാര്യങ്ങൾ നമ്മൾ ആരുടെ അംഗീകരിക്കാറൊന്നും ഇല്ല. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതിനെ അങ്ങനെ കൺസിഡർ ചെയ്യാം, അത് മനസ്സിലാക്കാം. പക്ഷെ ഈ എന്ന് പറയുന്ന കള്ളത്തിനോട് നാട്ടുകാർക്ക് മനസ്സിലാകുന്നില്ല. പ്രശ്നമാണ്. വീട്ടുകാരെ പറ്റിയൊക്കെ ഈ അനാവശ്യമൊക്കെ പറയും. അപ്പനെ കൊന്നതാണ്, പെങ്ങന്മാരെ കൂടെ എന്തോ കൊന്നതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് വന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ? പിന്നെ ആത്മഹത്യ ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ ആത്മഹത്യ ഭീഷണി മുഴക്കിക്കൊണ്ട് എല്ലാവരും വിളിച്ചൊക്കെ പറയും, ഞാൻ ചാവാൻ പോവാ, പോസ്റ്റ് ഇടും. ഇനി 6 എണ്ണം ഇല്ല. ഇത് എത്ര എണ്ണമായി? ഒരു വർഷം ഒരു 10 എണ്ണമായി. സ്ഥിരം പരിപാടി ഇതൊക്കെ. എല്ലായിടത്തും ഇതുപോലത്തെ ആളുകൾ ഇതേപോലത്തെ കണ്ടീഷൻസിൽ നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പുള്ളിയും ചെയ്യുന്നത്. പക്ഷെ അതോ ഈ മീഡിയക്കാർക്കോ ഈ പറഞ്ഞ എനിക്കോ ഈ കൂട്ടത്തിൽ ആർക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് നമ്മളല്ല ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പുള്ളിയെ ആ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ഡോക്ടർക്കോ ഈ മെഡിക്കൽ സയൻസിൽ പുതിയ വല്ല കണ്ടുപിടുത്തം ഉണ്ടെങ്കിൽ ആ മരുന്ന് കഴിച്ചാലോ ഒക്കെ വല്ല ഇത് ഭേദമാകും എന്ന് പറയാൻ പറ്റത്തില്ല. മാനേജ് ചെയ്യാതെ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം എനിക്ക് മാനേജബിൾ ഡിസീസസ് ആണ്, അയാൾക്കും മാനേജബിൾ ആണ്. ഇവിടെ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മാനേജബിൾ കണ്ടീഷൻസ് ഇല്ലേ? ഈ മെന്റൽ ഇഷ്യൂസ് വരുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറയുന്നത് ആ രോഗിക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. രോഗിയെ വേറൊരാൾ മാനേജ് ചെയ്യണം. രോഗിക്ക് ആശുപത്രി പോകത്തില്ല. അയാൾക്ക് അറിയത്തില്ലല്ലോ ഈ പ്രശ്നമുണ്ടെന്ന്. ഇയാൾ അറിയാമെന്ന് പറയുന്നിടത്ത് തന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇയാൾക്കൊരു ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അങ്ങനെയുള്ളവരും ഉണ്ട്, ഇല്ലെന്നില്ല. ചിലർക്ക് ഇത് മനസ്സിലാകാത്ത, പിന്നെ ഇയാൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ട്. ഇയാൾ ഈ കള്ളത്തരമൊക്കെ പറയുമ്പോൾ ആർക്ക് മനസ്സിലാകാത്തൊരു ധാരണ പുള്ളിക്കുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചാൽ ഞാൻ പറഞ്ഞ ഇത് പറയാം. അതായത്
ഈ മെക്കിട്ട് കയറുന്ന പരിപാടി. ഇയാളെ മെക്കിട്ട് ആൾക്കാർ കയറും, ഇയാളും മെക്കിട്ട് കയറും. മെക്കിട്ട് കയറുക എന്ന് പറഞ്ഞാൽ ഉടക്കുണ്ടാക്കും, വഴക്കുണ്ടാക്കുന്നുണ്ട്. ആറാട്ടനെ പിടിച്ച് ഇടിക്കാൻ വന്നു, തൊഴിക്കാൻ വന്നു. അന്ന് ഒരു ഏതോ ലുലുമോളിൻ്റെ അവിടെ വെച്ച്, പിന്നെ ഇപ്പം ലാസ്റ്റിൽ വനിത തിയേറ്ററിൻ്റെ മുന്നിൽ വെച്ച് ഇയാൾ കിടന്ന് പറയത്തില്ലേ, ഇപ്പം ഭ്രാന്തിന്ന് വിളിച്ചു, ഭ്രാന്തിൻ്റെ റിവ്യൂ, ആ വട്ടൻ്റെ ഒക്കെ റിവ്യൂ എടുക്കുവാണോ എന്ന് ചോദിച്ചത് ഭയങ്കര എന്തോ പോലെ അങ്ങ് വിളിച്ചു കൂവി. ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര വീരനും ശൂരനും ഒക്കെ ആകുന്നതായി കാണുന്നത്. നല്ല അടി കിട്ടും എന്ന് ഉറപ്പുള്ള ഒരിടത്തും മിക്ക ഭ്രാന്തന്മാരും ഷോ കാണിക്കാറില്ല. എന്നാൽ പിന്നെ പോലീസിൻ്റെ അടുത്തൊക്കെ ചെന്ന് കാണിക്കാത്ത എന്താ? ഈ വട്ടുപിടിച്ചവന്മാരൊക്കെ പലയിടത്തും ചെന്ന് പല അക്രമം കാണിക്കുമല്ലോ. പക്ഷെ എന്തുകൊണ്ട് പോലീസിൻ്റെ അടുത്ത് കാണിക്കത്തില്ല, വലിയൊരു ഗുണ്ടയുടെ അടുത്ത് നിന്ന് കാണിക്കത്തില്ല, അയാൾക്ക് പേടിയുള്ള ഒരു സ്ഥലത്ത് ഇവർ കാണിക്കത്തില്ല? മനസ്സിലായോ? അതുപോലത്തെ ഒരു പരിപാടിയാണ് ഈ ആറാട്ടം കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ പറയാം. ബാല പിടിച്ച് തല്ലി വീട്ടിൽ 2 പ്രാവശ്യം വിളിച്ചുകൊണ്ട് പോയി അടിച്ച് കർണക്കുറ്റി പോയി നീര് വെച്ചിരിക്കുക. കോകിലെ ചെരുപ്പൂരി അടിച്ചവന് ഒരു കുഴപ്പമില്ല. ആ തിയേറ്റർ ഉടമ അതുവഴി പോയപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ വീഡിയോ ആണ് വട്ടെന്നോ ഏതാണ്ട് പറഞ്ഞെന്ന് തോന്നുന്നു. അതിപ്പോൾ ഇവിടെ സാധാരണക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്ന കാര്യങ്ങളെ തലയ്ക്കുള്ളില്ലാത്തവരെന്നൊക്കെ വിളിച്ചെന്നിരിക്കും. ചിലപ്പോൾ എന്തോടെ ഈ വട്ടുപിടിച്ചവൻ്റെ ഒക്കെ ആണോ ഇതെടുക്കുന്നതെന്ന് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. അതിനകത്ത് ഇത്ര ഭയങ്കരമായ റിയാക്ഷനും അവനെ തരുന്ന മൈര എന്നൊക്കെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്നാ മറ്റേ ലുലുമോളിലുണ്ടായ സംഭവത്തിലും കളിയാക്കുന്നോടാന്നുള്ള സാധനമാണ്, നോക്കി കളിയാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്വഭാവം മനസ്സിലായോ ഇയാളുടെ? പിന്നെ തരം കിട്ടുന്ന സ്ഥലങ്ങൾ ചില പെണ്ണുങ്ങളൊന്നും പ്രപ്പോസ് ചെയ്യത്തില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ. ഇയാൾ ഈ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ എല്ലാം അവർ തിരിച്ചൊന്നും പറയത്തില്ല, വീക്കാണ്, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് ഉറപ്പുള്ളത് തന്നെ ഈ പറയുന്നത്. പിന്നെ നിത്യമേനോൻ്റെ കേസിലും ഈ വെളിവില്ലായ്മയുണ്ട്. മറ്റേ മസ്ത് സിനിമ അല്ലെങ്കിൽ ഇമ്മിണി നല്ലൊരാള് അങ്ങനെയൊക്കെ ഉള്ള സിനിമയിലെ ക്യാരക്ടറിൻ്റെ ആ ക്യാരക്ടർ ട്രേറ്റ്സ് ഒക്കെ ഇയാൾക്കും ഉണ്ട്. ഈ സെലിബ്രിറ്റി വർഷിപ്പ് സിൻഡ്രോം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകെ അങ്ങനെ ഇവർ ഒരുപാട് അങ്ങ് പോവും. അങ്ങനത്തെ ഒരു എക്സ്ട്രീം ലെവൽ സ്റ്റോക്കിംഗ് പരിപാടിയൊക്കെ ഇവർ ചെയ്യും. ചിലപ്പോൾ അവരെ ഉപദ്രവിക്കാനും സാധ്യതയൊക്കെ ഉണ്ട്. ചിലർ ഉപദ്രവമാകും, ചിലർ കൊന്നു കളഞ്ഞിരിക്കും. ഇങ്ങനത്തെ സാധനമൊക്കെ കൂടിക്കഴിഞ്ഞാൽ മാനസിക നില തെറ്റി അങ്ങ് അറ്റം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് കൊല്ലും. തട്ടിക്കൊണ്ട് പോക്ക് കഴിഞ്ഞാൽ പിന്നെ ആസിഡ് എറിഞ്ഞിട്ട് ആ മുഖം വിരൂപമാക്കിയിട്ട് സ്നേഹിക്കാന്നൊക്കെ പറയുന്ന ടൈപ്പ് സൈക്കോ ഒക്കെ ഇല്ലേ. അവിടെ വരെയൊന്നും ആയിട്ടില്ല ഇയാൾ. എങ്കിലും ഞാൻ പറയുക, ഇയാളുടെ ഒരു രീതി എന്ന് പറയുന്നത് പുറകെ പോക്കൊക്കെ ഉള്ളൂ. ഉപദ്രവം ഡയറക്റ്റ്ലി ഒന്നും ഉണ്ടാക്കത്തൊന്നുമില്ല. ശാരീരികമായ ഉപദ്രവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാന്ന്. അടി കിട്ടിയെടുത്തില്ലാത്ത രോഷവും അടി കിട്ടിയെടുത്തില്ലാത്ത അത്രയും ദേഷ്യമൊക്കെ അങ്ങോട്ടങ്ങ് വരുന്ന കണ്ട അന്ന് അടി കൊള്ളുന്ന ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കേസൊന്നും കൊടുക്കണ്ട. ബാലച്ചേട്ടൻ എന്നെ എന്താ അച്ഛൻ മരിച്ചപ്പോൾ ചേട്ടൻ്റെ സ്ഥാനത്ത് കണ്ട ആളാന്ന്. അയാൾ ഒരു കാരണവശാൽ തിയേറ്റർ ഉടമയെ അങ്ങനെ തെറി വിളിക്കാൻ പാടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇയാളൊക്കെ ഫേമസ് ആയത് ആ തിയേറ്ററിൽ കിടന്ന് അഭ്യാസം കാണിച്ചിട്ടല്ലേ. ആ ഓർഡർ വിചാരിച്ച് അതിനകത്ത് ഈ ഇമാർ 2 പേരെ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. ഇവരവിടെ വരുന്നതുകൊണ്ട് ഇയാൾക്ക് എന്താ ഇത്ര വലിയ പറയുന്നത്? ഒന്നുമില്ല. ഇമാർ പുറത്തൊക്കെ നിന്ന് പറഞ്ഞാലും തിയേറ്ററിലോ അല്ലെങ്കിൽ സിനിമയ്ക്ക് എന്തായാലും പ്രൊമോഷൻ കിട്ടുന്നത് സിനിമക്കാർക്ക് ശരിക്കും പ്രയോജനമുള്ളൂ. അല്ല തിയേറ്റർ ഉടമയ്ക്ക് അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമില്ല. വരുന്ന തിയേറ്റർ ഇപ്പോൾ കുറച്ച് പേർക്ക് അറിയാവുന്നേ ഉള്ളൂ. അവിടെ പടം നല്ല കാണാനേ ആൾ വരത്തുള്ളൂ. തിയേറ്ററിൽ എങ്ങനെ ആൾ വരുന്നത്? സന്തോഷ് വർക്ക് പറയാം, ഈ തിയേറ്ററിൽ വന്ന് പടം കാണുമെന്ന് പറഞ്ഞാൽ പൊട്ടപ്പടമാണ് ആരെങ്കിലും കാണും? തിയേറ്റർ ഫേമസ് ആയെന്ന്, ഇൻഫേമസ് അത്രേ ഉള്ളൂ. അതിനിപ്പോൾ അവിടെ കിടന്നുകൊണ്ട് ആരെന്ത് കാണിച്ചാലും എവിടെ ചെന്ന് കാണിച്ചാലും അവിടെ ആ സ്ഥലത്താണ് ഈ പരിപാടി നടക്കുന്നതെന്ന് പറയും, അത്രേ ഉള്ളൂ. അതിനെന്ത് ഗുണം ഇരിക്കുന്നത് അവർക്ക്? ബിസിനസ്സിനൊന്നും ഗുണമുള്ള കാര്യമല്ല. പക്ഷേ സിനിമാക്കാർക്ക് സിനിമ മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ റിലീസാകുമ്പോൾ ഒരു കച്ചറയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നാട്ടുകാർ അറിയുന്നുണ്ട്. അത് എല്ലാ തിയേറ്ററിലൊക്കെ ആൾക്കാരൊക്കെ എത്തും. അതിന് പ്രയോജനമുണ്ട് ഇവരെ കൊണ്ട്. പ്രൊമോഷനല്ല, എന്തെങ്കിലും കോമാളിത്തരം വേറെ ആരും വന്ന് കാണിച്ചിങ്ങനെ നിൽക്കത്തില്ലല്ലോ. കോമാളി പ്രൊമോഷൻ എന്ന് പറയുന്ന സാധനം ഇവനൊക്കെ വന്നേ പിന്നെ തുടങ്ങിയത്. അതിനു മുമ്പ് ഇതില്ല. പ്രൊമോഷൻ്റെതായ ഒരു രീതിക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കോമാളികളെ വെച്ച് പ്രൊമോഷൻ തുടങ്ങിയത് ഈ പറഞ്ഞ പാർട്ടികൾ വന്നേ പിന്നെയാണ്. കോമാളിത്തരം കാണിക്കും, അവരെന്തെങ്കിലും ഒരു പൊട്ടത്തരം കാണിക്കും ഒരു ദിവസം വന്ന്. അപ്പോൾ അതൊക്കെ കാണാൻ രസമാണ്. ഈ ആറാട്ടണ്ണൻ്റെ ആരാധകരില്ല, ആരാധകരെന്ന് പറയാൻ പറ്റത്തില്ല, ആറാട്ടൻ്റെ വീഡിയോകൾ കണ്ട് ആറാട്ടനെ ശ്രദ്ധിച്ചിരിക്കുന്ന ആൾക്കാർക്ക് 2 തരം ആൾക്കാരുണ്ട്. ചിലർ സഹതാപം കൊണ്ട് നോക്കും, അല്ലെങ്കിൽ ഇങ്ങനൊരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്നുള്ള രീതിയിൽ ചിലർ കാണുന്നുണ്ട്. അതിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാർ കാണുന്നതായിട്ട് എനിക്കറിയാം. പലരും നമ്മുടെ കുറേ ആളുകൾ എനിക്കറിയാം, ഇയാളെ ശ്രദ്ധിക്കാറുണ്ട്. ഇയാൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഇയാൾക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിനകത്ത് ഇവിടെ ഒരു സെൻറ്റിമെൻസ് ഉള്ള ആളുകൾ കാണുന്നുണ്ട്. പിന്നെ ഒരു കൂട്ടം ആൾക്കാരിൽ നിന്ന് ഇയാളെ തെറി വിളിക്കുകയും ഇവൻ എന്തൊരു മണ്ടനാണ്, ഇവൻ എന്തൊരു പൊട്ടനാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ടീമുണ്ട്.
ഈ രണ്ട് കൂട്ടർക്കും ചെറിയൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് ഓർത്തോണം. എവിടെയോ ഒരു ചെറിയ ഒരു സാധനം വർക്കാവുന്നുണ്ട് ഇവരെ ശ്രദ്ധിക്കുമ്പോൾ. ഞാൻ ഇയാളുടെ ഒന്നും വീഡിയോ കണ്ടിട്ടൊന്നുമില്ലെന്നേ. എനിക്ക് പരിചയമുള്ളവരാരും ഇവരുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുവോ, ഇവരെ ഫോളോ ചെയ്യുവോ, ഇവരെ അറിയാം എന്നുള്ളതല്ലാതെ പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ അറിഞ്ഞു പോകുന്നതുകൊണ്ടങ്ങ് പോകുന്നു. അല്ലാതെ ഈ ആറാടൻ ഇത്രയും ക്ലിക്ക് ചെയ്ത് നോക്കത്തൊന്നുമില്ല, ഇതിനെയൊന്നും കാണുന്ന പോലും ഇല്ല, ഉള്ള കാര്യം പറയാം. അപ്പോൾ പിന്നെ വരുമല്ലോ നമുക്ക് ഇയാളെ ഞാൻ ശ്രദ്ധിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കായിട്ട് ചുറ്റിപ്പെട്ട് എന്ന സമയത്തൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. പലരും പറയും അത് ഇത് ഇങ്ങനത്തെ ഒരു ഇടപാട് നടത്തുന്ന ആൾക്കാരുടെ ഇടയിൽ സംസാരിക്കുന്ന പോലെ അല്ല ഈ ബാക്കിയുള്ളവർ കാണുന്നതിനകത്ത് ഒരു മെജോറിറ്റി ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസം ഇത് കാണുമ്പോൾ. അതായത് ഈ പറഞ്ഞ എനിക്ക് നല്ല ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയണ്ടേ ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെക്കാളും ഇവൻ്റെയൊക്കെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി മെച്ചമാണെന്ന് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. മനസ്സിലായോ? അപ്പൊ ഇവനെ തെറി വിളിക്കുമ്പോഴോ അവൻ്റെ അത്രയും മോശമല്ല, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി മനസ്സിലായോ എങ്ങനെയാന്ന്. അത് എന്തൊരു സൈക്കോളജി ആണെന്ന് അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, എങ്കിൽ പോലും ആ സൈക്കോളജി വർക്കാവുന്നുണ്ട്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓർക്കത്തില്ലേ, ക്യാൻസർ പേഷ്യൻസിനെ പോയി മറ്റേ RCC കൂടെ നടന്നാൽ നിങ്ങൾക്കൊരു സംഭവം ഉണ്ടാവും. ഇപ്പോൾ RCCയിലെ വീഡിയോസ് എടുത്തിട്ട് ഇതിൽ കൂടുതൽ റീച്ച് ആയിരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് മാർക്കോ ഈ സാധനം അല്ലെങ്കിൽ ഈ വയലൻസ് ഒക്കെ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഇത് ഒരുതരം വയലൻസ് ആണല്ലോ. ഈ വയ്യാതെ കിടന്ന് കരയുന്ന കേട്ടാൽ ചിലപ്പോൾ ചിലർക്ക് സുഖം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഈ ഇത്രയും വയ്യായി ഉള്ളവരാണോ, അപ്പോൾ എൻ്റെ പനി ഒരു പനിയല്ലല്ലോ, കൈ ഒടിച്ച് തൂക്കിയിട്ടവനൊക്കെ ഇങ്ങനെ കൈയൊക്കെ മൂരി അങ്ങ് വിടുമായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ? നിങ്ങൾ ഇടയ്ക്ക് ക്യാൻസർ സെന്ററിൽ പോയി വിസിറ്റ് ചെയ്യൂ, വൃദ്ധസദനങ്ങൾ വിസിറ്റ് ചെയ്യൂ എന്നൊക്കെ പറയത്തില്ലേ? എന്ന് പറഞ്ഞതുപോലെയാണ് ആറാറിൻ്റെ വീഡിയോയും പെരേരയുടെ വീഡിയോ ഒക്കെ കുറച്ചു നേരം കാണും, ഒരു ആശ്വാസം കിട്ടും. നമുക്ക് ഇത്രയും മോശമല്ലല്ലോ അവസ്ഥ എന്ന് തോന്നാൻ വേണ്ടി ചില ആൾക്കാർ ഇത് കാണുന്നുണ്ട്. കൂടുതൽ പേരുടെയും മാനസികാവസ്ഥ അതാണ്, ഇതിന്റെ പുറകിലെ സൈക്കോളജി അതെനിക്ക് ഉറപ്പാണ്. ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്രീമാനാണ് പറഞ്ഞത്. അയാൾ ഇരുന്ന് ആലോചിച്ചു ഇതെന്താ ഇങ്ങനെയെന്ന്. അപ്പൊ കിട്ടി, പുള്ളി പറഞ്ഞു ഇതൊന്ന് പറഞ്ഞേക്കണമെന്ന്. നമ്മൾ പോഡ്കാസ്റ്റ് ചിലപ്പോൾ പറഞ്ഞേനെ, പക്ഷെ അയാൾ ഇതുവരെ പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇന്നലെ വല്ലതും പറഞ്ഞു ആവും, അത് പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരൻ ഈ സാധനം ഇങ്ങനെ പറഞ്ഞു എന്നോട്, ഇതായിരിക്കാനാണ് സാധ്യത, ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. ശരിയാ, ആ ഒരു സാധനം ഉള്ളതാണ്, അത് ഇങ്ങനെ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലുമൊക്കെ ദുരന്തം കണ്ടു കഴിഞ്ഞാൽ കണ്ടോ ആ ദുരന്തത്തിന് അത്രയല്ലല്ലോ നിന്റെ ദുരന്തം എന്നൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടുന്നൊരു സാധനമുണ്ട്. അത് കൂടുതലും RCC അല്ലെങ്കിൽ ഒരു ക്യാൻസർ അങ്ങനെ അത്രയും ദുരിതങ്ങളിലേക്ക് പോയി എത്തി നോക്കുമ്പോൾ നമ്മൾ ഇതുവരെ അനുഭവിച്ചൊന്നും വലിയ അല്ലല്ലോ എന്ന് തോന്നേണ്ട തരം മാനസികാവസ്ഥയുള്ള ആളുകളുണ്ട്. എനിക്കത് തോന്നത്തില്ല, എനിക്ക് അല്ലാതെ തന്നെ അറിയാം ഇവിടെ എന്താ പ്രശ്നം. ഞാൻ ഒരിക്കലും അവിടെ വരെ പോകേണ്ടി വരത്തില്ല ഒരു മനുഷ്യനോട് മര്യാദയ്ക്ക് ഇടപെടാനോ അല്ല ഞാൻ ഈ ഒരുപാട് അനാവശ്യങ്ങൾ കാണിക്കാതിരിക്കാനോ ഒന്നും എനിക്ക് ഇങ്ങനത്തെ പ്രയോജനം വേണ്ട. ഈ പറഞ്ഞ ആളുകളെയും കണ്ടിട്ട് എനിക്ക് മെച്ചപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു ഇത് കാണത്തും എടുക്കത്തും ഒന്നും ഇല്ല. പക്ഷെ മറ്റവരങ്ങനല്ല. കുറച്ച് വിശ്വാസികളായ ആൾക്കാർക്ക് ഇവര് നല്ലതാ. യേശുക്രിസ്തുവിനെയൊക്കെ തൂക്കിക്കൊന്ന് അടിച്ച് തല്ലി കെട്ടി തൂക്കിയിട്ടേക്കുന്ന കണ്ടിട്ട് എന്ന് വരത്തില്ലേ? അതുപോലത്തെ പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്നവർക്കും ചെറിയ തോതിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളും അവർക്ക് ഇൻട്രസ്റ്റ് വരും. അവരെല്ലാം ഇതാ ഉദ്ദേശിക്കുന്നത്, ഒരു റിലീഫ്. മനസ്സിലായി? അതിനകത്ത് തമാശ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം. ഇത് സീരിയസ് ആയിട്ട് കാണുവാന്ന് വിചാരിക്കുക. ഈ പറഞ്ഞ ആൾക്കാരെ നമ്മൾ സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവർക്കുള്ള അസുഖം അല്ലെങ്കിൽ ഇവർ ഈ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ അവർക്കൊരു ജീവിത നിലവാരം, അവരെ നാട്ടുകാർ മൊത്തം പരിഹസിക്കുന്നത് കണ്ടിട്ടും എങ്ങനെ ഞാനിത് എൻജോയ് ചെയ്യും? മനസ്സിലായോ? അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഇതൊരിക്കലും തമാശയാണോ? പോട്ടെ, ഈ ആറാട്ടൻ്റെ അമ്മയ്ക്കോ പെങ്ങൾക്കോ അവരുടെ ബന്ധുക്കൾക്കോ ഇതൊരു തമാശയാണോ? നമ്മൾ സീരിയസ് ആയിട്ട് സംസാരിക്കും ഇതൊക്കെ. അല്ലെ ആറാട്ടൻ എന്തുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല, ആര് കല്യാണം കഴിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇടയ്ക്ക് കിടപ്പുണ്ട്. എനിക്ക് കല്യാണം കഴിക്കണം വേണ്ട, എനിക്ക് സെക്ഷല്ല ലസ്റ്റസ് ലവ് ആണ്. അതാണ് ഒരു സമയത്ത് ലസ്റ്റസ് ലവ്. ആ നിത്യമേനോന് ശേഷം ലസ്റ്റസ് ലവ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ എന്തൊക്കെ ആയിട്ട് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ചൈൽഡ് അബ്യൂസ് എന്നും ഇമാതിരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചുമ്മാ ചളി അടിച്ച് നടക്കുക. അത് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ? ഇവൻ എവിടെയെങ്കിലും ഒരു ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും ചെന്ന് ചാടത്തൊന്നുമില്ല. ബാലയുടെ അടി മേടിച്ചിട്ട് കോകില ചെരിപ്പൂരി അടിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം ദേഷ്യമൊക്കെ ആ തിയേറ്റർ ഉടമയുടെ അടുത്ത് കാണിക്കുമ്പോൾ നമുക്ക് ഇയാളെ മനസ്സിലാവും. ഇയാൾ ഇവനെ കള്ളങ്ങൾ പറയും. എന്നെപ്പറ്റിയൊക്കെ നല്ലപോലെ അറിയാം ഇയാൾക്ക്, എന്നിട്ടും കള്ളത്തരം പറയുന്നുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവൻ കള്ളം പറയും. എന്തിനും ചെറിയൊരു നമ്മൾ എന്തെങ്കിലും പറയുമോ, ഇയാളുടെ കാര്യങ്ങൾ ഇയാൾ ശരിയല്ല ഇതങ്ങനെ ചെയ്തിരുന്നത് എന്തെങ്കിലും പറഞ്ഞു ഇവനുടനെ നമുക്കിട്ട് കയറി പറയുന്നത് മൊത്തം കള്ളത്തരങ്ങളാണ്. പുള്ളിക്ക് അറിയാം കള്ളത്തരമാണെന്ന് അറിഞ്ഞുകൊണ്ട് മീഡിയ വന്ന് ആൾക്കാരെ പറ്റി അപവാദം പറയും. മനസ്സിലായോ? ഈ പേരൻസിനെ പറ്റി, ബന്ധുക്കളെ പറ്റി, ഇവന്റെ പെങ്ങന്മാരെ പറ്റി ഇവൻ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ്.
അവരുടെ ചെലവിലും അവരാണ് വീട്ടുകാര്യങ്ങളും എല്ലാം നടത്തുന്നത്. ഇവൻ ചുമ്മാ പ്രാന്ത് പിടിച്ച് ഈ തിയേറ്ററിൻ്റെ അവിടെ പോയി വായം വിളിച്ച് നിൽക്കുക, ലുലു പോയിരിക്കുക, ക്രോസ് വേർഡിൽ കയറി പുസ്തകം തിരിച്ച് മറിച്ച് വെച്ച് വായിക്കുക. ഒരു ബുക്കും വായിക്കാനല്ല എടുത്ത് പിടിക്കുന്നത്. ഇത് ചുമ്മാ നാട്ടുകാരെ കാണിക്കാൻ നിന്നിങ്ങനെ വായിക്കുന്ന പോലെ കാണിക്കും. PhD അല്ലേ, അങ്ങനെയൊക്കെ കാണിക്കാൻ കുറച്ച് എന്തോ അറ്റവും മുറിയൊക്കെ വായിച്ചുകൊണ്ട് വന്നിട്ട് കുറേ കണ്ടൊക്കെ പറയും. പറ്റിക്കാൻ ഈ പഠിക്കുന്ന പോലെ ഇരുന്ന് പറ്റിക്കത്തില്ലേ പിള്ളേർ, അതൊക്കെയാ പുള്ളിയുടെ നമ്പർ. ആ പെങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്ന പൈസയൊക്കെ കൊണ്ട് ആ വീട്ടുകാരൊക്കെ ചോദിക്കുന്നത്. അല്ലാതെ ഇവനൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവന്റെ ചെലവിനൊന്നും പരിപാടി നടക്കത്തില്ല. ഇവനെ ഒത്തിരി പൈസ കളയുന്നുണ്ട്. അത് കളയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഈ പുള്ളി കുറേ പേരുടെ ഇടയിൽ പോയിരുന്നിട്ട് അവർക്ക് എല്ലാം ഫുഡ് മേടിച്ചു കൊടുക്കും, എന്നിട്ട് അവരെ കുറ്റം പറയും. കുറേ ആൾക്കാർ കൂടെ കൂടിയിട്ടുണ്ട്, അവന്മാർ കാശ് മേടിച്ചെന്ന് പറഞ്ഞ് പറ്റിച്ചെന്ന് പറഞ്ഞ് നടക്കും. പിന്നെ ഇയാൾക്ക് തന്നെ ഡെയിലി നല്ല ചിലവുണ്ട്. അങ്ങനെ ഇവന് കിട്ടുന്ന എത്ര രൂപ ഇവൻ തീർക്കും. പോരാത്തതിന് വീട്ടിൽ നിന്ന് ഇനി തള്ളയുടെ നിന്ന് മേടിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അങ്ങനെ പെങ്ങന്മാർ ഇതിനെ അവോയ്ഡ് ചെയ്യും. അവർക്ക് ഇതിനെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു വലിയ മോശം പരിപാടിയാണ്. അവരിതിനെ അഴിച്ചുവിടാൻ പാടില്ല. അങ്ങനെ പിന്നെന്തോ അവർ അത്ര ശ്രദ്ധിക്കുന്നില്ല. ചില ആൾക്കാർ അങ്ങനെയും കാണുമായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രശ്നമാണ്. അവരുടെ ഫാമിലി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു അലമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ടോട്ടലി നമ്മൾ ഇയാളെ മനസ്സിലാക്കുമ്പോൾ ഈ കള്ളത്തരങ്ങൾ പറയുന്നത് വലിയ പ്രശ്നമാണ്. ഇയാൾ എവിടെയെങ്കിലും അടുത്ത് നിന്നിട്ട് നമ്മുടെ കൂടെ ഒക്കെ നടന്നിട്ട് ഇയാൾ പറയും ഇയാൾ അങ്ങനത്തെ ആളാ ഇങ്ങനത്തെ ആളാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. അതായത് ഞാൻ പറയുവാണ്, ഇപ്പോൾ ഇയാൾ എന്നിട്ട് പറയും മോഹൻലാലിന് 3000 പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ട്. ഞാൻ 3500 വെറുതെ പറയുമ്പോഴും അതിന് പുള്ളിക്ക് ഇഷ്ടമാണ് അതെടുക്കാൻ. മനസ്സിലായോ? അതാണ് ആ സാധനത്തൊക്കെ. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ ആരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മളിത് വിളിച്ച് പറഞ്ഞ് നടക്കത്തൊന്നുമില്ല. അതൊക്കെ ഒരു ശരിക്കും അയാൾ നെഗറ്റീവായിട്ട് എടുക്കുന്നുണ്ട്. മറ്റേ അതുകൊണ്ടാണ് ഈ കള്ളവടി എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുന്നത്. ഞാൻ കള്ളവടി വയ്ക്കാൻ പോയി, ഞാനത് തുറന്നു പറഞ്ഞു, അതാണ് ഞാൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടാണ് എൻ്റെ പ്രശ്നം മുഴുവനും. എന്നെ അവരടിക്കാൻ വരുവാണ്, എന്നെ എല്ലാവരും മോശക്കാരനാക്കി, സത്യം പറയുന്നവൻ എന്താണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ത് സത്യം? ഇയാൾ എന്തോ പറഞ്ഞേക്കുന്നത്? ഇവിടെ എത്ര വലിയ കാര്യമായിട്ട് എന്ത് പറഞ്ഞെന്ന് ഈ പറയുന്നത്? അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ആളുകളെ പറ്റി ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ മനസ്സിലായി, നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നതിനകത്ത് ഒരുപാട് നെഗറ്റീവ്സ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇടയ്ക്ക് പറയാം അയാൾ നല്ല മനുഷ്യനാണ്, അയാളെ ചാരിറ്റി ഒക്കെ ചെയ്തിട്ടുണ്ടാ, ധനഞ്ജയ അവിടെ വന്നപ്പോൾ അത് ചെയ്തു, ആളെ ജാമ്യത്തിലെടുക്കാൻ വന്നു, ഇതൊക്കെയാണോ ചാരിറ്റി? അല്ല ഇതാണോ കൊള്ളാവുന്ന കാര്യങ്ങൾ? ബാക്കി ഒന്നും ആളെയും കണ്ടിട്ടില്ല. എന്നിട്ട് ഇടയ്ക്കെങ്ങാണ്ട് ആരാണ് വിളിച്ചോണ്ട് ചാരിറ്റി എന്നൊക്കെ, ഞാനെന്തോ ചാരിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ തട്ടിപ്പാന്ന് വരെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെയെന്ന് പറയുന്നത് പുള്ളിയുടെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കുന്ന സ്ഥലങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ കൂടെ കൂടിയിട്ട് നമ്മളെ പറ്റി പാറിയിരുന്നൊക്കെ കള്ളങ്ങൾ പറയുക, ഉള്ളത് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും, എന്തെങ്കിലും ഗുണം ഉണ്ടാവും. ഞാൻ ഇങ്ങനെ ചിലപ്പോൾ ഒക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ചിലരെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും. കാരണം എന്നാ, ഇതേ അവസ്ഥ അവിടെ ഉണ്ടായിട്ട് അവിടെ ഒരു കച്ചറ ഉണ്ടായിരിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ വരുന്നവൻ ഇതിനെയൊക്കെ വലിയ അളവുണ്ടാക്കി ഉള്ളതുകൂടെ നശിപ്പിക്കും. മനസ്സിലായോ? ഒരാൾക്ക് ശരിയാ, പലർക്കും പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇത് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. അല്ല ഞാൻ ആരോടും റെസ്ട്രിക്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇങ്ങനെ പറയും, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലേ, നിങ്ങൾക്ക് ആകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞാൻ പറഞ്ഞില്ലെന്ന് പറയരുത് എന്ന് പറയുന്ന രീതിയിൽ വളരെ പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് ഒരാൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരാളുടെ അടുത്തോട്ട് ചെല്ലുമ്പോഴോ അയാളെ ക്യാരക്ടർ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങോട്ട് വിടത്തുള്ളൂ. അല്ലാതെ അങ്ങോട്ട് തള്ളിക്കയറി ചെന്നിട്ട് വല്ലതൊക്കെ പഠിച്ച് മേടിച്ച് തമ്മിലടിച്ച് പിരിഞ്ഞ് നമ്മൾ പിന്നെ അതിനിടെ നിന്ന് ഇത് സോൾവ് ചെയ്യേണ്ട ആവശ്യം വരരുതെന്നുള്ളതാണ്. എനിക്ക് അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ കുറവാണ്. എനിക്ക് ആ ഉത്തരവാദിത്വം എടുക്കണ്ട. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. നമ്മൾ എന്താ പറയണ്ടേ, അറിഞ്ഞ കാര്യം കൃത്യമാണെങ്കിൽ അത് ഒരു പരിധി വരെയൊക്കെ എല്ലാവരും അറിയിച്ചിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഇതേപോലത്തെ പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഇയാളെ പറ്റി അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത് ഞാൻ, ഇയാൾക്ക് ഈ പ്രശ്നങ്ങളുണ്ട്, ഇയാൾ പറയുന്നത് പകുതിയും കള്ളത്തരവും, അതുപോലെ തന്നെ വെറുതെ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഉടായി പോകാൻ നമ്പറാ മൊത്തം. പിന്നെ ഈ പറഞ്ഞ തിയേറ്റർ ഉടമയുടെ അടുത്തോട്ട് വലിയ ഈ ചാട്ടം ചാടിയതൊന്നും അതുകൊണ്ടൊന്നും അല്ല. അവിടെ ക്യാമറയും ആൾക്കാർ നിന്നുകൊണ്ടാ. ക്യാമറ നിൽക്കുന്ന സമയത്ത് ബാല പിടിച്ചുകൊണ്ട് ഇവനെ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് ഗുളിക അവരെടുത്ത് കാണിച്ചപ്പോൾ ഇല്ലാത്തൊരു പ്രത്യേക പ്രശ്നം എങ്ങനെയാണ് ഇവനെ വട്ടാന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇവന് ഗുളിക എടുത്ത് കാണിച്ചു, ഇവന് മാനസിക രോഗിയാണെന്ന് ഇവനെ വീഡിയോയുടെ മുന്നിൽ നിർത്തി ബാല പറയിച്ചല്ലോ. അപ്പൊ എന്താ ബാലയെ മൈരേന്ന് വിളിക്കാഞ്ഞ്? പേടിച്ചിട്ട്. ആ പേടിപ്പിക്കല് തിയേറ്റർ ഉടമ ഏതാ തിയേറ്റർ ഉടമയുടെ അടുത്ത് ഓച്ചാനിച്ച് അവനെ അവിടെ പോയി മര്യാദക്ക് നിൽക്കും ഇവനൊക്കെ. മനസ്സിലായോ? പ്രത്യേകിച്ച് ആറാട്ടണ്ണൻ. ആലിൻ ജോസ് പെരേര ഇത്രയും അലമണ്ണൊന്നും ഉണ്ടാക്കുന്നില്ല, ഇങ്ങനെ കച്ചറയൊന്നും ഉണ്ടാക്കത്തില്ല. ആറാട്ടണ്ണനെ പേടിപ്പിച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് നിൽക്കും. അത് ആ തിയേറ്റർ ഉടമ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു, പ്രശ്നം തീർന്നു. ഇവന് പേടിയുള്ളിടത്തും ഇവന് ക്രഷ് ഉള്ളിടത്തും ഒന്നും ഇവന് പ്രശ്നമൊന്നുമില്ല. മര്യാദയ്ക്കൊക്കെ പോയി നിൽക്കുന്നുണ്ട്, ഓച്ചാനിച്ചാണ് നിൽക്കുന്നത്. സാറേ എന്നുള്ള പോലെ വന്നിട്ട് ആരിലൊക്കെ വരുമ്പോൾ കൈ കൊടുത്താൽ മതി.
വീഡിയോയുടെ മുന്നിൽ പ്രാന്തൻ എന്ന് പറഞ്ഞ് മരുന്നും എടുത്ത് കാണിച്ചിട്ട് മോന്ത വളിച്ചായിരിക്കുന്നത്, ഇങ്ങനെ പേടിച്ച് നിൽക്കുക വാലയുടെ അടുത്ത്. പേടിച്ച് തൂറിയെന്ന് പറഞ്ഞാൽ ഇതുപോലെ പേടിച്ച് തൂറിയാൽ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ പേടിക്കാവോ? എന്നിട്ട് കള്ളത്തരങ്ങൾ പറഞ്ഞു അവിടെ നിന്നുകൊണ്ട്. കണ്ടത് കണ്ടില്ല എന്ന് പറഞ്ഞു, നടന്നത് നടന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അയാളൊന്ന് ഈ വടൻ്റെ ഒക്കെ വീഡിയോ ആണ് എടുക്കുന്നത് എന്ന് ചോദിക്കുന്ന സ്ഥലത്ത് ഭയങ്കരമായ റിയാക്ഷൻ. ഓ, ഭീകര അന്തരീക്ഷം. അപ്പൊ അത് കള്ളത്തരമില്ലേ? അതാ പറയുന്നത്, ഈ നനേന്ദ്രൻ കുഴിക്കുന്നൊരു പരിപാടിയുണ്ട് ഇയാൾക്ക്. അതൊന്നും ശരിയാകത്തില്ല. പിന്നെ അവർ പറ്റിച്ച് ഇവർ പറ്റിച്ചെന്നൊക്കെ പറയുന്നത് വെറുതെ പറ്റിക്കുന്നതല്ല പലതും. കാശ് മേടിച്ചിട്ട് കൊടുത്തില്ല. ഇവിടെ നമുക്കറിയാവുന്നവരെല്ലാം മേടിച്ചൊരു പൈസ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവനെ വേറെ ആരും പറ്റിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പൈസ മേടിച്ചവരുണ്ട്, എനിക്കറിയാം. ചിലർക്ക് പൈസയുടെ ആവശ്യം വന്നപ്പോൾ ആറാട്ടണ്ണന് അവർക്ക് കടം കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന 2 പേർക്ക് പുള്ളി കടം കൊടുത്തിട്ടുണ്ട്. ഈ 2 പേരും കൃത്യമായിട്ട് പൈസ കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് ഇച്ചിരി താമസം വന്നപ്പോൾ അയാൾ എന്തൊക്കെയോ വിളിച്ച് കുറേ പറഞ്ഞു ലാസ്റ്റ് ഇയാൾ കൊടുത്തു. മേടിച്ചെടുത്തല്ല, അവരെ കൊടുക്കുന്നവർ തന്നെയാണ്. പിന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇയാൾ ആ സ്ഥലത്തുണ്ടാകുന്നതുകൊണ്ട് എൻ്റെ അന്ന് പൈസ ഇല്ലാഞ്ഞുകൊണ്ട് അവർ ഇവൻ്റെ നിന്ന് മേടിച്ച്. എനിക്കും പരിചയമുള്ളവരാണ്, അവനും പരിചയമുള്ള ആൾ തന്നെയാണ്. അതിനകത്ത് എനിക്കാണോ കൂടുതൽ പരിചയം, അവനാണോ കൂടുതൽ പരിചയം നോക്കാനുള്ള അത്രയും വലിയ പരിചയമൊന്നും അല്ല ഇവരൊക്കെ തമ്മിലുള്ള. എല്ലാവരും ഇവിടെയൊക്കെ വെച്ച് തന്നെ പരിചയപ്പെട്ടതാണ്. ഞാനും അയാളും എല്ലാവരും ഒരേ സമയത്തൊക്കെ തന്നെ ഈ സ്ഥലത്ത് കണ്ടവരാണ് ഈ പറഞ്ഞ ആളുകളെല്ലാവരും. പിന്നെ പൈസ മേടിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട്. അതിപ്പോൾ എനിക്കും കിട്ടാറില്ല, അവനും കിട്ടാറില്ല. ചില ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത്രയും ബുദ്ധിമുട്ടിലായിരിക്കും. അപ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും, ഇല്ലെങ്കിൽ എനിക്കൊന്നും ഇല്ല, പറ്റത്തില്ല എന്ന് പറയും. അത് വേറൊരു തരം ആളുകൾ. ഇതെല്ലാവരും ഇങ്ങനെയല്ലേ, ഇവിടെ കേരളമല്ലേ ഇത് പിന്നെന്തോ. എൻ്റെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇനിമേ തീരെ എൻ്റെ പൈസ ഇല്ലാതായാലും ഞാൻ ചിലപ്പോൾ വേറെ ആരെങ്കിലും ആശ്രയിക്കുമായിരിക്കും ചെയ്യുന്നത്. എനിക്കും അങ്ങനത്തെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഞാൻ ഇപ്പോൾ ഒരു 1 ലക്ഷം മേടിക്കുമ്പോൾ ഏതാണ്ട് എന്നോട് അടുത്ത് 100-150 ഒക്കെ ചോദിച്ചിട്ട് മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഓ ഇവൻ അതിലും വലിയ ഗതികേടിലിരിക്കുമോ. ഞാനതിൽ അങ്ങനത്തെ ഒരു കടം മേടിക്കുന്ന അത്രയും എത്തിയില്ല ഇതുവരെ. അങ്ങനെയൊക്കെയാ ഇവിടെ. അത് മനസ്സിലാക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നോന്നും അല്ലെ ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് പിന്നെ വേറെ കാര്യമുണ്ട്. അത്രയൊക്കെ അവസ്ഥയിലൊക്കെയാണ് അവരും. അത് കാണുമ്പോൾ നമുക്കിപ്പോൾ ഇന്നത്തെ ഒരു ദിവസം തള്ളി നീക്കണ്ടേ എന്നുള്ള രീതിയിൽ ഞാനും കാണാറുള്ളൂ. പക്ഷെ പലരും ഇവിടെയൊക്കെ പലയിടത്തും കാശുണ്ടെങ്കിലും കൈ വെച്ചിട്ട് ഇത്രയും വലിയ ബാങ്കിലൊക്കെ വലിയ ഡിപ്പോസിറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് ഇവിടെ ഒന്നും ഇല്ലടാന്ന് പറയുന്ന ആളുകളാണ് കൂടുതലും. അവരൊക്കെ സമ്പാദ്യമുള്ളവരായിട്ട് ഇരിപ്പുണ്ട്. തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. അത് നല്ലതാണ്. ഒരാളെങ്കിലും സേവ് ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ, അവർ സേവ് ചെയ്യട്ടെ. ചിലപ്പോൾ അവർക്കോ ചിലപ്പോൾ നാളെ ചിലപ്പോൾ ഇനി നമ്മളെപ്പോലുള്ളവർക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്താലോ. ഒരാൾ സേവ് ചെയ്തേക്കുമല്ലേ. നമ്മളിങ്ങനെ കറക്കുന്ന ആൾക്കാർ മറ്റവരവിടെ നിന്നോളൂ, പേടിക്കണ്ട, അവരുടെ കയ്യിലുണ്ട്. കിട്ടിയത് തന്നെ എന്ന് പറയുന്നൊരവസ്ഥ ഒന്ന് ഓർത്ത് വയ്ക്കിടൂ. കുറച്ച് പേര് അങ്ങനെ, കുറച്ച് പേര് ഇങ്ങനെ, കുറച്ച് പേര് അങ്ങനെ, എല്ലാം എന്ന് ഇവിടെ കിടന്ന് മെഴുകുക. ഒരു കൂട്ടർ ഒന്നും ഇല്ലാതെ നടക്കുന്നു, ഒരു കൂട്ടരുടെ കയ്യിൽ വന്നു പോകുന്നുണ്ട്, വേറൊരു കൂട്ടരിൽ കുറേ ഇരിപ്പുണ്ട്. എന്നിട്ട് അവരെയൊക്കെ കുറേ ഉണ്ടാക്കി വെച്ചവനെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ എല്ലാവരോടും അയ്യോ മഹാനേ അങ്ങ് കനിയണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നും പറയാൻ പറ്റാതെ അവൻ എന്ത് ദണ്ഡിതരം കാണിച്ചാലും അത് കുഴപ്പമില്ല, അയാളുടെ കയ്യിൽ ഉണ്ടല്ലോ, എനിക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും, നോക്കി ഇരുന്നാൽ മതി. അങ്ങനെ ഏതെങ്കിലും ഒന്നും കിട്ടിയിട്ടുണ്ടോ? അതൊന്നുമില്ല. ഞാൻ പറയുന്നത് എന്തല്ലേ ഇത്. ഈ പൈസ കേസിട്ടുള്ളത് വേറെ, അത് നമുക്ക് വേണേ ഒരു ടോപ്പിക് ആക്കാം അല്ലേ? അല്ല ശരിയല്ലേ? ഇതിനകത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മണി ഡീലിങ്സിനെ പറ്റിയൊക്കെ ഒരു ഭയങ്കര രസമാണ്. അതൊരു വലിയൊരു റിയാലിറ്റിയാണ്. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. ഈ സാധനം പറഞ്ഞിട്ട് ഇനി അടുത്ത കുറച്ചാളും ഇത് മാറ്റി വേറെ എന്തെങ്കിലും കൊണ്ടുവരും. ആ സമയത്തൊക്കെ ഇറക്കിയിടാൻ പറ്റുന്ന ചിലപ്പോൾ സാധനം. എനിക്കൊന്ന് ലാസ്റ്റ് റൗണ്ടാണ്, കണ്ടന്റ് ഇല്ല, അവൻ്റെ ഇതൊക്കെ പോയി തീർന്നു, കയ്യിലിരുന്ന മരുന്ന് തീർന്നു പറയത്തില്ലേ. ഇത്ര നാളായില്ലേ ഇതും പറഞ്ഞു നടക്കുന്ന, ഓരോരുത്തരെ ഇതും ഇങ്ങനത്തെ ഓരോന്നും കാണിച്ചു കൂട്ടിയൊക്കെ നടക്കുക. അപ്പൊ അത്രയും പരിപാടികൾ അവതരിപ്പിക്കാതെ വേണം ഭയങ്കര ഫിലോസഫിയാ കോപ്പാന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ അതങ്ങ് പറയരുത്. ഞാൻ ഭയങ്കര ഇന്റലക്ച്വലാ, എനിക്ക് ഐക്യു കൂടുതലാ, എന്നിട്ട് തീട്ടത്തരമാണ് കാണിക്കുന്നത്. ഇപ്പൊ ഐക്യു കൂടി ആൾക്കാർ ചെയ്യുന്ന പണിയാണിത്. സ്വല്പം ബോധമുള്ളവനാണ്, അവന് മനസ്സിലാകത്തില്ല. അവൻ പാലെടുത്ത് ചെന്നപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മിണ്ടാതെ പോയവനാ, പേടിച്ച് മാറി ഇരുന്നിട്ട് മിണ്ടാൻ പറ്റാതിരുന്നിട്ട് ഈ വനിതാ തിയേറ്ററിന്റെ ഓണർ ഒന്ന് എന്താണ്ട് പറഞ്ഞപ്പോൾ കയറി ചാടി ഇറങ്ങി, ഞാൻ ഭ്രാന്തനാണല്ലേ എന്ന് ചോദിക്കേണ്ട വല്ല ആവശ്യമുള്ളൂ അല്ലേ? അങ്ങനല്ല. ഇത് നമ്മളിങ്ങനെ പ്രതികരിക്കുന്ന ആളോ അല്ലെ ഇങ്ങനത്തെ സ്വഭാവമുള്ള ആളാണ്, അത് അങ്ങനെ ആയിരിക്കുമല്ലോ. ഇതിന് സ്ഥിരതയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ?
ഐക്യു ആണോ ഇത്? ഇതിനൊന്നും ഐക്യു ഒന്നും അല്ലെങ്കിൽ PhD ഒന്നും വേണ്ട. ഈ കാണിക്കുന്ന പരിപാടിക്ക് എത്ര ഐക്യു വേണം? അല്ലെ ഈ കാണിക്കുന്ന പൊട്ടത്തരത്തിന് എന്തോരം PhD എടുക്കണം? അതിന് എഞ്ചിനീയറും ഡോക്ടറും ഒന്നും ആവണ്ടല്ലോ. അലൻ ജോസ് അതിനേക്കാൾ ഭേദമാണ്. അലൻ ജോസിന് ഇത്രയും വിദ്യാഭ്യാസം ഒന്നുമില്ല, പക്ഷെ അവൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവനെ അന്ന് ഇറക്കി വിട്ടപ്പോൾ അവൻ അവിടെ നിന്ന് പാവമാണ്. അത് കുറച്ചുകൂടെ കഷ്ടം തോന്നി. എപ്പോഴും അവിടെ ചെന്ന് അലമ്പൊന്നും ഉണ്ടാക്കത്തില്ല ചെറുക്കൻ. ഒരിടത്തും പ്രത്യേക അലമ്പൊന്നുമില്ല. ഇങ്ങനൊന്നും നടക്കണം, കറങ്ങണം, പാട്ട്, ഡാൻസ്, കഴിഞ്ഞു. അല്ലാതെ ഇങ്ങനെ നടന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കത്തൊന്നുമില്ല. ആറാട്ടണ്ണൻ മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ അടുത്ത് തന്നെ ആറാട്ടനെ പിടിച്ച് ആരെങ്കിലും കൊണ്ടുപോയി വല്ല ഭ്രാന്താശുപത്രി കൊണ്ടിടും. മിക്കവാറും ബന്ധുക്കളായാലും ഇടപെടേണ്ട സമയം അടുത്ത് വരുന്നു. കാരണം അത്രയ്ക്കും പ്രശ്നമാണ്. അപ്പോൾ ആത്മഹത്യ ഭീഷണി ഇടയ്ക്ക് വിളിച്ചിട്ട് ഓരോരുത്തരെ വിളിച്ചിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് ഞാൻ പരിചയപ്പെടുത്തിയ ആൾക്കാരോടൊക്കെ ചെന്നിട്ട് ഞാൻ ചാവാൻ പോവുക. അന്ന് ഓരോരുത്തർ സീരിയസ് ആയിട്ട് എടുത്തിട്ട് അവർ പറയാം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയട്ടെ. ഓരോരുത്തർ രാത്രി ചെല്ലുകയെന്ന്. ആ ധനഞ്ജയൊക്കെ രാത്രി ഓടി ചെല്ലും ഇവന് ചാവാതിരിക്കാൻ. പലരും നോക്കി നിൽക്കുമോ ഇവൻ, എന്നിട്ട് ചുമ്മാ കളിക്കും ഇതിനിടയിൽ കിടന്നുകൊണ്ട്. ഞാൻ അങ്ങനെ പറയുകയൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ ആത്മഹത്യ ചെയ്താലും നീ പോകണ്ട, നീ അതിനകത്ത് ഇടപെടേണ്ട ആളൊന്നും അല്ല. ഒരു പെങ്കൊച്ച്, അത് പഠിക്കാൻ വന്നിരിക്കുന്നൊരു കൊച്ച്, നമുക്ക് പരിചയം ഉണ്ടാവുമല്ലോ ഒത്തിരി പേര്. അതിന് വല്ലപ്പോഴും ഒന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മളോടൊന്ന് വന്നിരുന്ന് ഇതിനെയൊക്കെ ഒന്ന് കാണിച്ചതിൻ്റെ പേരിൽ അവരുടെ നമ്പറും മേടിച്ചുകൊണ്ട് പോയിട്ട് രാത്രി വിളിക്കുക, പേടിപ്പിക്കുക, അതൊന്നും ശരിയല്ല. അയാളെക്കാളും പ്രായം കുറഞ്ഞൊരാളെ വിളിച്ചിട്ട് എന്നിട്ട് ആ കൊച്ച് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തു. അന്നേ ബ്ലോക്ക് ചെയ്തു. ഇയാളുടെ അനാവശ്യമായ കോളാണെന്ന് പിന്നെ മനസ്സിലായി. അത് കൊച്ചിന് മനസ്സിലായി ചുമ്മാതാണ്. ചുമ്മാന്നല്ല, അതിനകത്ത് നമ്മളത് കൺസിഡർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ എത്രത്തോളം ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വിളിച്ചു പറയേണ്ട സ്ഥലം ഇതല്ലല്ലോ. അയാൾക്ക് വിളിക്കാൻ അറിയാമെങ്കിൽ അയാൾ വിളിക്കേണ്ടത് ഈ സൂയിസൈഡ് മറ്റേ എന്താ പറയുക ഹെൽപ്പ് ലൈൻ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തോട്ടാണ്. അല്ല അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ ഇങ്ങോട്ടൊക്കെ വിളിക്കുന്നത്? നമ്മുടെ ചുറ്റുപാട് ഇരിക്കുന്നവരൊക്കെ വിളിച്ചിട്ട് ചുമ്മാ ഇളക്കുക. ഞാൻ ചാവാൻ പോകുന്ന ഒരു സിമ്പതി കിട്ടും. ഉയ്യോ പാവം. അപ്പോൾ ആരും ശ്രദ്ധിക്കാതായപ്പോൾ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആരും വിളിച്ച് പറഞ്ഞാലും ആരും മൈൻഡ് ചെയ്യത്തില്ല. ആ ചത്തോളാൻ പറയും പോയി. അല്ല പിന്നെ അല്ല വിളിക്കാൻ ഇന്ന നമ്പറിൽ വിളിക്കണമല്ലോ. അല്ല അതിനെ ഹെൽപ്പ് എടുക്കാനാണ് ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഇനി ആറാട്ടെണ്ണൻ ഇല്ല. ഇല്ലെങ്കിൽ ആർക്ക് പോയി ഇവിടെ ആറാണ്ടൊക്കെ നിർബന്ധമുണ്ടോ? ഇവൻ ഇവിടെ വേണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല. ഇവിടെ ആരും വേണമെന്ന് എനിക്ക് ഞാൻ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അപ്പോഴാണ് ഇവൻ അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഞാനൊന്നും മൈൻഡ് ചെയ്യത്തൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ പണ്ടൊക്കെയാണ് ഞാനും ഇച്ചിരി നോക്കുവാന്ന്, അയ്യോ ഇനി ആളെങ്ങാനും മരിച്ചു പോയാൽ പാവം അങ്ങനെ അങ്ങ് ചെയ്യണ്ടല്ലോ. ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പറയാൻ പൊക്കോ ചെയ്തോ, എവിടെയെങ്കിലും പോയി ചെയ്യും, എന്തിനാ ഇങ്ങനെ സമയം കളയുന്നതെന്നൊക്കെ ചോദിക്കില്ലേ. കൊള്ളാവുന്ന പക്ഷെ ചില കണ്ടീഷനിലുള്ളവരുണ്ടെന്നേ. അവര് ജീവിത പ്രശ്നങ്ങളിൽ പെട്ടിട്ട് ഇപ്പൊ കടം കയറിയിട്ട് ഒരു ആത്മഹത്യയുടെ രീതി എന്ന് പറയുന്നതും ഈ ഇതുപോലെ കിടന്ന് വിളിച്ച് പറയുന്നതും തമ്മിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. ചിലതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ചില ആളുകളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളത് കൊണ്ട്, ഒരുപാട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. മനസ്സിലായില്ല. അല്ലാതെ പണ്ടെങ്ങാണ്ട് ഉണ്ടാകുന്ന കഴിഞ്ഞാൽ കള്ളം പറഞ്ഞ് നടക്കുമൊന്നുമല്ല. ശരിക്കും നമുക്ക് മനസ്സിലാവും ഇവിടെ പ്രശ്നത്തിലാണ് ഇയാൾ. അവിടെ വേണേൽ അയാൾക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നല്ല രീതിയിൽ നോക്കാം. അല്ലെ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ശ്രമിക്കാൻ കൂടിയിരിക്കുമോ. ഏത് പാതിരാത്രി വിളിച്ചാലും ചിലപ്പോൾ ഞാൻ എഴുന്നേറ്റ് സംസാരിക്കുമോ അവിടെ ഓടി ചെല്ലുമോ എന്ത് വേണം ചെയ്യാം. അത് അവർ കുറച്ച് കഴിയുമ്പോൾ ഇത് മാറും. അവർ ശരിക്കും അത് ഭയങ്കര ദുഃഖത്തിലാണ്. ഇതെന്തോ ഇത് കളിപ്പീരാ പകുതി. ഇത് പകുതി കള്ളത്തരം വന്ന് ഇങ്ങനെ കള്ളത്തരം പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. മാനസിക നില തെറ്റിയ കള്ളത്തരം പറയും. ഇത്രയും പറയുന്ന ഉണ്ടാവും കേട്ടോ, ഉണ്ടാവും, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഈ പ്രൊപ്പോസൽ ഇപ്പം ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു എലിസബത്തിൻ്റെ അടുത്തോട്ട് ചെന്ന് അവന് കല്യാണം കഴിക്കാമെന്ന് പ്രൊപ്പോസൽ ഇടുന്ന കണ്ടന്റ് ഇട്ടു. ഞാനപ്പോൾ വീഡിയോ കഴിഞ്ഞ ദിവസം പോഡ്കാസ്റ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അതായത് ഇവൻ്റെ അപ്പനെ വലിയ കാര്യം ഇവന്. അപ്പോൾ ഇവൻ്റെ അപ്പൻ മരിച്ചല്ലോ. അപ്പോൾ ഇവൻ്റെ അപ്പൻ്റെ ശവടക്കിൻ്റെ അന്ന് ഇവൻ്റെ അമ്മയെ വന്ന് ഒരാൾ പ്രപ്പോസ് ചെയ്താൽ ഇവന് ഇഷ്ടപ്പെടുമോ? ആ രീതിക്ക് പറഞ്ഞാൽ ഇവന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നി. എന്നിട്ട് രാത്രി എന്നെ വിളിച്ചിട്ട് പറയാം, നിങ്ങൾ ഭയങ്കര മോശമായിട്ടാണ് സംസാരിച്ചത്. അവൻ ചെയ്ത പരിപാടി അപ്പോഴും അവനെ മനസ്സിലായിട്ടില്ല. എവിടെ ചെന്ന് എന്ത് പറയണമെന്നൊന്നും പുള്ളിക്ക് വിഷയമല്ല. നമ്മൾ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, അത് ഭയങ്കര ഹാർഡായിട്ടാണല്ലോ എന്നാണ്ട് പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് അഭ്യസിച്ചിട്ടില്ല അല്ലേ, എന്നെ അഭ്യസിച്ചിട്ടില്ല അല്ലേ, നിങ്ങൾ അങ്ങനെ പറഞ്ഞു അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ വിളിച്ച് രാത്രി ഏതോ നമ്പർ ചെയ്തു. എനിക്കറിയത്തില്ല ഏത് നമ്പർ. ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാനും കട്ട് ചെയ്തു. ആരാ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് ഇവനൊക്കെ പറയുന്നത്? ഇങ്ങനത്തെ പരിപാടി പറയുന്ന പരിപാടിയായിട്ട് ഇറങ്ങുമ്പോൾ ഞാനും പറയും അത് ശരിയല്ല. അവനത് മനസ്സിലാക്കിക്കോ, അത്രേ ഉള്ളൂ. പ്രൊപ്പോസൽ ആരെ വേണമെങ്കിലും പ്രൊപ്പോസ്. ഇപ്പോൾ ഒരു ഈ കണ്ടീഷൻ നോക്കണം, ഇതൊക്കെ ഒരു സമയവും കാലമൊക്കെ ഉണ്ടെന്നേ. അല്ലാതെ ഇങ്ങനെയാണോ ഇങ്ങനത്തെ ഒരാള്? ഞാൻ പറഞ്ഞ പോലെ സിമ്പിളായിട്ട്
ഭർത്താവ് മരിച്ചെടുക്കുന്ന അന്ന് ശവടക്കത്തിൻ്റെ അന്ന് തന്നെ നീ കല്യാണം ആലോചിച്ച് എവിടെയെങ്കിലും ചെല്ലുവോടാ? എനിക്കറിയാൻ മേലോട്ട് ചോദിക്കുക. ആരെങ്കിലും അങ്ങനെ ചെയ്യൂ? റംബ ഹോ 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 ജീപ്പ് റിവേഴ്സ് എടുത്തില്ലേ? ആ കോമഡി ആറെണ്ണം അവതരിപ്പിച്ചത്. അത് കണ്ടന്റാണ്. കണ്ടന്റ് അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയത്തില്ല. അല്ല എന്തിനാ എനിക്ക് ഫോൺ നമ്പർ നോക്കിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഇത്ര പബ്ലിക്കായിട്ട് പറയുന്നതെന്ന്. എന്തിനാ ഇത്ര ധൃതി? അങ്ങനെ ഒരു ചിന്തയുള്ള ഒരാളാണ്, അത് ജെന്യൂൻ ആണെങ്കിൽ ആരെങ്കിലും ഇത്ര ധൃതി വെക്കുമോ? നമ്പർ കിട്ടാനാണോ പാട്? എന്തെങ്കിലും കിട്ടിയാൽ പോരെ? അത് ഇത്ര പെട്ടെന്ന് വേണമെന്ന് ഇത്ര എന്താ നിർബന്ധം? അല്ല എന്താ ഇത് കിട്ടിയില്ലെങ്കിൽ ചത്തു പോകുന്ന സാധനമൊന്നും അല്ല ആൾ ചോദിച്ചത്. അപ്പം അത് ആ സെൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല, അതൊക്കെ പുള്ളിക്ക് പലയിടത്തും അറിയാത്തത് കൊണ്ടുമല്ല. ഇതൊരു തെണ്ടിത്തരം ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ തെണ്ടിത്തരം ചെയ്യുന്ന ഒരുത്തൻ, അതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഈ തിയേറ്ററിൽ കിടന്ന് കാണിക്കുന്ന പാവക്കൂത്തും അതൊന്നും വിരോധമില്ല. പക്ഷെ ഈ സാധനം ഇറക്കത്തില്ലേ? ശരിയാ ഒരു നടി അതൊഴി പോകുന്നു, അല്ലെങ്കിൽ ഇയാൾക്ക് താല്പര്യം തോന്നായിരിക്കുമോ? അവർക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ ഒരു പ്രശ്നമാണ്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇയാൾ ഇത്തിരി പണി കാണിക്കുന്നത് ഞാൻ കണ്ടത്. അതിന് മുമ്പ് ഞങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടില്ല, എനിക്ക് തോന്നുന്നില്ല. ഇതെന്ന് പറയുന്നത് വളരെ വേസ്റ്റ് സിറ്റുവേഷൻ. ഒരു മനുഷ്യൻ അത്രയും ബുദ്ധിമുട്ടി അവിടെ ഇരിക്കുന്നു എന്നുള്ളത് എല്ലാവരും പറഞ്ഞും കേട്ടും മനസ്സിലായി. ഇയാൾ വാർത്തയൊന്നും കാണത്തില്ലേ? അത്രയും ദുരിതത്തിൽ കിടക്കുന്നു, അല്ലെങ്കിൽ ഡിപ്രഷനിലാണ്. ഇയാൾ പറയുന്നു ഇയാൾക്ക് ഡിപ്രഷൻ ഉണ്ട്, ഇയാൾ മരുന്ന് കഴിക്കുന്നുണ്ട്, ഇയാൾ ഓസിഡിക്ക് മരുന്ന് കഴിക്കുന്നുണ്ട്, സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടെന്നൊക്കെ പറയുന്ന ഒരാൾ അപ്പോൾ ചുമ്മാ പറയുന്നില്ല. അയാൾക്കത് മനസ്സിലാകുന്നില്ല. അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇത്രയും ദുരിതത്തിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അനുഭവങ്ങൾ, അയാൾക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടോ എന്നൊന്നും അറിയാതെ പബ്ലിക്ക് വന്നിരുന്നുകൊണ്ട് എനിക്ക് കല്യാണം കഴിക്കാൻ ന്യായമാണെന്ന് പറയുന്ന ഊളത്തരം ഞാൻ പറഞ്ഞ അവന് മനസ്സിലാവണമെന്നുണ്ട്. അവൻ്റെ അന്ത കത്ത് കിടന്ന സമയത്ത് അവൻ്റെ അമ്മയെ ഒരുത്തം വന്ന് പ്രപ്പോസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? പ്രപ്പോസൽ നല്ല ഞാൻ പറയുന്നതിന്, പിന്നെ ഞാൻ പറയുന്നില്ല അത്രയ്ക്ക്. അല്ല ഞാൻ പറയാം, അങ്ങനെ ചെയ്താൽ ഇഷ്ടപ്പെടുമോ? ഇല്ലെങ്കിൽ ഈ പണി ചെയ്യരുത്. അത് മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ബോധം ഇല്ലാത്തവർക്ക് ബോധം വെക്കട്ടെ, എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ. ഇത് ഓരോന്ന് പറയുന്നതിന് ഓരോ സമയവും കാലമൊക്കെ ഉണ്ടാവും. അല്ലാതെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എന്തിനും വിരോധം ഉണ്ടായിരിക്കണം. നമുക്കാണെങ്കിൽ ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ ഞാൻ ഹാർഡായിട്ട് പെരുമാറാറുണ്ട്. പക്ഷെ അത് അവിടെ ആ കാണിച്ച് വെച്ചത് അത്രയും തെണ്ടിത്തരായതുകൊണ്ട്. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു സാധനമാണെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ വർത്താനം ഞാനും പറയും. ഞാനിപ്പോൾ പറയുന്ന വർത്താനം അതുകൊണ്ട് പറയുന്നത്, മനസ്സിലായോ? ആ സ്ഥലം സാഹചര്യമൊക്കെ നോക്കി വേണം ഇടപെടാൻ. അതൊന്നും എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഞാൻ മാത്രം ചൈൽഡ് അബ്യൂസും ഞാൻ മാത്രം എന്നെ മീഡിയക്കാർ വളച്ചൊടിച്ചതെന്നും പറഞ്ഞുകൊണ്ട് നടന്ന ഒന്നും ആര് വേറെ ഇനി ഇതുപോലത്തെ വീഡിയോ ഞാൻ ഇനി ഇടും. എന്ത് പറഞ്ഞ് ഇങ്ങനത്തെ അനാവശ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ നല്ല രീതിയിൽ പറയാൻ തന്നെ തീരുമാനിച്ചേക്കുക. നാട്ടുകാരെല്ലാം കേൾക്കുന്നതാണല്ലോ, ഇത് നാട്ടുകാരെയൊക്കെ പറയുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പം നമുക്കും കണ്ടന്റ് ആണല്ലോ. ഇവന് മാത്രം കണ്ടന്റ് ഉണ്ടാക്കിയാൽ മതിയോ? ഇവനെ വെച്ചൊന്നും ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാറൊന്നും ഇല്ലെന്നേ. എല്ലാ ദിവസവും കൂടെ നടക്കുമ്പോൾ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒരു രസത്തിനൊക്കെ എടുക്കുന്ന ഉടനെ പുള്ളി പറയാം എന്നെ എപ്പോൾ കണ്ടാലും വീഡിയോ എടുക്കുന്നത്. ആർക്ക് വേണം ഇവന് വീഡിയോ? ഞാൻ ഇനി ഇവൻ്റെ വീഡിയോ എടുക്കത്തൊന്നുമില്ല. എല്ലാം ഇവൻ്റെ വീഡിയോ എടുക്കാനാണോ? എല്ലാ ദിവസവും കൂടെ നടന്നിട്ട് നമ്മളെ ഉള്ള ഏറ്റവും കുറവ് വീഡിയോ എടുത്തേക്കും. ബാക്കി എല്ലാവരും എല്ലാ ദിവസവും വീഡിയോ എടുക്കുക മാത്രമല്ല, ഇവൻ പുറകെ കടന്ന് വിളിക്കുമെന്ന് എല്ലാ ദിവസവും വിളിച്ചോണ്ട് ചോദിക്കും നമുക്ക് വീഡിയോ എടുക്കണം ചോദിച്ചിട്ട് പോലും എടുക്കത്തില്ല നമ്മൾ. അതാ രസം ഇതിനകത്ത്. ഇവൻ പുറകെ നടക്കും. ഏതൊക്കെ ചാനലിൽ ചെന്ന് എത്ര പേരെ വിളിച്ച് ശല്യം ചെയ്യുന്നറിയോ? ഒരു ദിവസം പലരും ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ പറയാം അവർ മോശക്കാരിയാ അതാ ഇതാ. ആരും വിളിച്ചെടുക്കത്തൊന്നുമില്ല ഇത്. പിന്നെ ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കണ്ടന്റ് വന്നു അല്ലെ പ്രശ്നങ്ങളുണ്ടായി ഇപ്പോൾ ആരെണ്ണം വിളിച്ച് അവൻ എവിടെയെങ്കിലും ചെന്ന് അവിടെ കയറി ചെന്ന് കോട്ടിട്ട് ഡാൻസ് കളിക്കുന്ന അത് ഇത് ചെയ്യും. അതുകൊണ്ട് കോമാളിയാക്കാൻ കുറേ പേര് വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. അവർക്ക് റീച്ചൊക്കെ കിട്ടും, അതൊക്കെ ശരിയാ. എനിക്ക് ഇന്ന ആവശ്യമൊന്നും ഉണ്ടായിട്ട് തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഉള്ള ആര് ഇയാളൊക്കെ കൊണ്ട് ഇരുത്തുമ്പോൾ എല്ലാവരും വന്ന് കണ്ട് ഭയങ്കര രസമായിട്ടൊക്കെ കണ്ടുപോകുന്ന പരിപാടികളും ഉണ്ട്. പക്ഷെ എല്ലാ പരിപാടിയും അങ്ങനെ അല്ല. ഈ കഴിഞ്ഞ ദിവസം ആരാണ്ട് പൊന്നാട കൊടുത്ത് അവമാനിക്കുന്നുണ്ട്. ആരാണോ അതൊക്കെ ചെയ്തത്? പൊന്നാട കിട്ടൊക്കെ ഇപ്പം അവമാനിക്കാൻ തുടങ്ങിയ ആൾക്കാരെ സീനായിപ്പോയി, നന്നായിപ്പോയി. അത് തന്നെ വേണം പൊന്നാടയ്ക്ക്. എനിക്കിത് പണ്ടേ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് പൊന്നാട അണിയിക്കുന്നത്. എന്ത് പഴത്തിനാണോ കുറേ എണ്ണം ഇറങ്ങിയേക്കാം പൊന്നാട. എന്തുപാടി ഇതൊക്കെ പൊന്നാട. പിന്നെ ഞാനൊരു സാധനം ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ടൊരു സാധനം കൊടുക്കും, മെമ്മോറാണ്ടോ എന്തുവാണോ. ആർക്ക് വേണോടെ ഇതൊക്കെ? മെഡല് മേടിക്കാൻ പോകുന്ന കുറേ പാർട്ടികൾ. എന്തൊരു മനുഷ്യരായിരിക്കും അതൊക്കെ. ഇതൊക്കെ കൊടുക്കുമ്പോൾ മേടിക്കുക. എനിക്ക് ഇങ്ങനെ തരുന്നെങ്കിൽ ഞാൻ വേണ്ടെന്ന് പറയും. എനിക്കിതൊന്ന് തരണ്ട പ്ലീസ്, ഒന്ന് ഒഴിവാക്കി തരുവാ ഈ പരിപാടി ചെയ്യുന്ന, അത്രേ ഉള്ളൂ. എന്ത് ചെയ്തിട്ടാണേലും ഇതൊക്കെ ചെയ്തിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആർക്കും കിട്ടുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതാ. ഇനി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്ര പരിപാടിക്ക് ഞാൻ പോകത്തില്ല, അത് നടക്കത്തില്ല. അതുകൊണ്ട് ആത്തിരി പറഞ്ഞ പണിയൊന്നും വേണ്ടാത്തതുകൊണ്ടാ, അല്ലാതെ വേറൊന്നും വിചാരിക്കരുത്. ഐ എം സോറി അളിയാ, പോകത്തില്ല, അത്രേ ഉള്ളൂ. ചെയ്യത്തുമില്ല. അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഞാൻ പോകാറില്ല. പോകാൻ എനിക്ക് താല്പര്യമില്ല, പോകേണ്ട ആവശ്യമില്ല, പോകാൻ പാടില്ലെന്ന് തന്നെയാണ് പറയുന്നത്. ഇതൊക്കെ എന്ത് ആദരിക്കല്? എന്തിന് അവാർഡ് കൊടുത്തെന്ന്? അവാർഡേ? എന്തിൻ്റെ അവാർഡ്? എന്ത് ചെയ്തപ്പോഴാണ്? എനിക്കറിയത്തില്ല.
എന്തിനാട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കുറച്ചാളായിട്ട് ഇതിനെ വാച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു.